നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് കർക്കടകം 1. രാമായണത്തിന്റെ പൊരുളും നന്മയും പകർന്നു നൽകുന്ന രാമായണ മാസത്തിന് ഇന്ന് തുടക്കമായി. ഭക്തിയും വ്രതപുണ്യവും നിറയുന്ന രാമായണ പാരായണ പുണ്യകാലമാണ് ഇനി ഓരോ വീടുകളിലും. കർക്കടക മാസം അവസാനിക്കുമ്പോൾ രാമായണം വായിച്ചു തീർക്കണം. മൺമറഞ്ഞ പിതൃകൾക്കായി കർക്കടക വാവുബലിയും ഈ മാസം നടത്തും. ആരോഗ്യത്തിന് ഏറ്റവും പ്രാധാന്യം നൽകുന്ന മാസം കൂടിയാണ് കർക്കടകം. ഔഷധക്കൂട്ടുകളോടെ തയ്യാറാക്കുന്ന കർക്കടക കഞ്ഞി ഏറെ പ്രശസ്തമാണ്. സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിലും വിവിധ പരിപാടികളോടെ രാമായണ മാസാചരണം നടക്കും. വിശ്വാസികളെ സംബന്ധിച്ച് കർക്കിടകത്തിലെ നാലമ്പല ദർശനവും പ്രധാനപ്പെട്ടതാണ്. വറുതിയുടെ കാലം കടന്ന് സമൃദ്ധിയുടെ ഓണക്കാലത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് കൂടിയാണ് കർക്കടക മാസം. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ അതിതീവ്ര മഴ തുടരുന്നു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ബുധനാഴ്ച അർദ്ധരാത്രി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. വ്യാഴാഴ്ച നിലവിൽ ഒരു ജില്ലയിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അതിതീവ്ര മഴ തന്നെയാകും വിവിധ ജില്ലകളിലെന്ന സൂചനയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കുമെന്നും കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന പ്രവണത മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട്. മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. കണ്ണനു മുന്നിൽ കുചേലനായി അരങ്ങിലെത്തി സിനിമാ താരം മഞ്ജു വാര്യരുടെ അമ്മ ഗിരിജ മാധവൻ. കർക്കിടക സംക്രമ ദിനമായ ചൊവ്വാഴ്ച രാത്രി ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറിയ കുചേലവൃത്തം കഥകളിയിലാണ് ഗിരിജ മാധവൻ കുചേല വേഷത്തിൽ അരങ്ങിലെത്തിയത്. കലാനിലയം ഗോപി ശ്രീകൃഷ്ണന്റെ വേഷത്തിൽ അരങ്ങിലെത്തി. സർവതോഭദ്രം ആര്യ രുക്മിണിയായി. കലാനിലയം രാജീവൻ നമ്പൂതിരി, ഹരിശങ്കർ കണ്ണമംഗലം എന്നിവരായിരുന്നു സംഗീതം. കലാനിലയം ദീപക് ചെണ്ടയും കലാനിലയം പ്രകാശൻ മദ്ദളവും കൈകാര്യം ചെയ്തു. ഗിരിജ മാധവന്റെ വഴിപാടായാണ് കഥകളി സമർപ്പണം നടത്തിയത്. ചേറ്റുവ മുതൽ ചാവക്കാട് ബൈപ്പാസ് വരെയുള്ള ദേശീയപാതയുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെയും ദേശീയപാത അധികൃതരുടെ നടപടികൾക്കെതിരെയും ഒരുമനിയൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. തങ്ങൾപടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് KJ ചാക്കോ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ET ഫിലോമിന, KH കയ്യുമു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ K ആഷിദ, ഷൈനി ഷാജി, പഞ്ചായത്ത് മെമ്പർമാരായ ഹസീന അൻവർ, നഷ്ര മുഹമ്മദ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV കബീർ സ്വാഗതവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. അക്കിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി കർക്കിടകം 1 മുതൽ 9 വരെ നടക്കുന്ന രാമായണ നവാഹ യജ്ഞത്തിന് തുടക്കമായി. യജ്ഞവേദിയിൽ ഉഷനിവേദ്യം, ലളിത സഹസ്രനാമജപം എന്നിവയ്ക്കു ശേഷം യജ്ഞാചാര്യ പെരിങ്ങോട് മാത്തൂർ മനക്കൽ ശൈലജ അന്തർജനം രാമായണ പാരായണത്തിന് തുടക്കം കുറിച്ചു. മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ പ്രത്യേക വഴിപാടുകളും വിശേഷാൽ പൂജകളും നടക്കും. കർക്കിടകം 4 പുലർച്ചെ 5 ക്ഷേത്രം തന്ത്രി കരകന്നൂർ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടുമുണ്ടായിരിക്കും. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ നടക്കുന്ന പാരായണം ശ്രവിക്കുവാനെത്തുന്ന ഭക്തജനങ്ങൾക്ക് ക്ഷേത്രം ഊട്ടുപുരയിൽ പ്രസാദ ഊട്ടുമുണ്ടാകും. കർക്കിടകം 11 ക്ഷേത്രത്തിലെ ഇല്ലം നിറയെന്ന് ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു. കരിക്കാട് ഭട്ടിമുറി കൊടിയഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. ക്ഷേത്ര മേൽശാന്തി സൂരജ് കൃഷ്ണൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി പാരായണത്തിന് തുടക്കം കുറിച്ചു. കർക്കിടകം 1 മുതൽ 11 ദിവസങ്ങളിലായി നടക്കുന്ന രാമായണ പാരായണത്തിൽ ഒരുവന്നൂർ മനക്കൽ ശ്രീദേവി അന്തർജനവും ക്ഷേത്ര മാതൃസമിതി അംഗം സദ്ഗമയുമാണ് പാരായണം നടത്തുന്നത്. സമാപന ദിവസമായ കർക്കിടകം 11 ഞായറാഴ്ച 108 നാളികേരം കൊണ്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജ, ആനയൂട്ട്, ശ്രീരാമ പട്ടാഭിഷേക ഘോഷയാത്ര എന്നിവയും ഉണ്ടായിരിക്കും. അന്നേ ദിവസം ഭക്തജനങ്ങൾക്ക് പ്രസാദ ഊട്ട് നടത്തും. കർക്കിടകം 16 ക്ഷേത്രത്തിൽ ഔഷധ സേവ നടക്കുന്നതെന്ന് ക്ഷേത്രം ഭരണസമിതി സെക്രട്ടറി KR ഉണ്ണിക്കുട്ടൻ, ബാബു വില്ലയിൽ, KB മോഹനൻ, CU നായർ,
AV വിജയൻ എന്നിവർ പറഞ്ഞു. ജൂലൈ 28-ന് നാലമ്പല ദർശനയാത്രയും നടത്തുന്നുണ്ട്. CA പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ചമ്മനൂർ സ്വദേശി അഹമ്മദ് സഹലിനെ EMS കൾച്ചറൽ സെന്റർ ചമ്മനൂരിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. പൊന്നിയൂർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉപഹാരം നൽകി. കൾച്ചറൽ സെന്റർ ചെയർമാൻ VA അബ്ദുൽ ഖാദർ, CPM ലോക്കൽ സെക്രട്ടറി V അപ്പു മാസ്റ്റർ, ലോക്കൽ കമ്മിറ്റി മെമ്പർ രാജൻ മാസ്റ്റർ, കാർട്ടൂണിസ്റ്റ് IP സക്കീർ ഹുസൈൻ, EK ഷഹീർ, E മൊയ്തുട്ടി, അലി തറയിൽ, ബക്കർ എളമ്പനക്കാട്ടിൽ, മഹാദീർ തുടങ്ങിയവർ പങ്കെടുത്തു. കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന V കേശവന്റെ രണ്ടാം ചരമവാർഷികം എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. അനുസ്മരണ യോഗം മുതിർന്ന നേതാവ് TK ദേവസി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷനായി. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. MM സലീം, MK ജോസ്, NK കബീർ, MC ഐജു, AU മനാഫ്, സഫീന അസീസ്, മീന ശലമോൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള പ്രവാസി സംഘം പൊന്നിയൂർക്കുളം വെസ്റ്റ് മേഖലാ കൺവെൻഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ശാലിനി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അണ്ടത്തോട് VP മാമു സ്മാരക ഹാളിൽ നടത്തിയ യോഗത്തിന് EP സുഭാഷ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി ബാഹുലയൻ പള്ളിക്കര, CPM പൊന്നിയൂർക്കുളം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AD ധനീബ്, പ്രവാസി സംഘം ജില്ലാ കമ്മിറ്റി അംഗം ഷെരീഫ് തളികശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. V താജുദ്ദീൻ പാനൽ അവതരിപ്പിച്ചു. 15-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് അസ്ലം കാണക്കോട്ട്, സെക്രട്ടറി മൂസ ആലത്തയിൽ, ട്രഷറർ അബ്ദുള്ള വിരുത്തിയിൽ എന്നിവരെ തെരഞ്ഞെടുത്തു. ഏരിയ സമ്മേളന പ്രതിനിധികളായി 15 എക്സിക്യൂട്ടീവ് അംഗങ്ങളെ തെരഞ്ഞെടുത്തു. കടങ്ങോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ആസ്മ, അലർജി, വിട്ടുമാറാത്ത ചുമ എന്നിവയുടെ രോഗനിർണയ ക്യാമ്പ് നടത്തി. ആസ്മയെ പിടിച്ചുകെട്ടാമെന്ന ശീർഷകത്തിൽ നടത്തിയ ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേശ് അധ്യക്ഷയായി. അസിസ്റ്റന്റ് സർജനും പൾമണോളജിസ്റ്റുമായ ഡോക്ടർ J പാർവതി ക്ലാസ് എടുത്തു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിയാസ് അഹമ്മദ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ PK പ്രസന്നൻ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് സിമി തുടങ്ങിയവർ സംസാരിച്ചു. കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ എടപ്പാൾ റൈഹാൻ കണ്ണാശുപത്രിയുമായി സഹകരിച്ച് കുട്ടികൾക്കായി സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് നടത്തി. PTA പ്രസിഡന്റ് VK മോഹനൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ KV വൃന്ദ അധ്യക്ഷയായ യോഗത്തിൽ റൈഹാൻ ആശുപത്രിയിലെ ഹിസാന തസ്നി നേത്രരോഗങ്ങളെക്കുറിച്ചും നേത്രസംരക്ഷണത്തെക്കുറിച്ചും സംസാരിച്ചു. പ്രധാനാധ്യാപിക ബിന്ദു ബാബു, MPTA പ്രസിഡന്റ് രജിന, NSS വോളണ്ടിയർ KA ആര്യ, റുമൈസ ഫാത്തിമ തുടങ്ങിയവർ സംസാരിച്ചു. ഒപ്റ്റോമെട്രിസ്റ്റ് റിൻഷ, NSS വോളണ്ടിയർ ലീഡർമാർ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ഓഗസ്റ്റ് 17-ന് നടത്തുന്ന ഗുരുവായൂർ ചിങ്ങം മഹോത്സവത്തിന്റെ ഭാഗമായുള്ള മഹാമഞ്ജുളാൽത്തറ മേളത്തിൽ വാദ്യകലാകാരന്മാർക്ക് അണിചേരാൻ അവസരം. വാദ്യപ്രവീൺ ഗുരുവായൂർ ജയപ്രകാശിന്റെ മേളപ്രമാണത്തിൽ 251 വാദ്യകലാകാരന്മാരാണ് മഹാമഞ്ജുളാൽത്തറ മേളത്തിൽ അണിനിരക്കുക. എടക്കളത്തൂർ അജി വലന്തല, പനമണ്ണ മനോഹരൻ കുറുംകുഴൽ, പാഞ്ഞാൾ വേലുക്കുട്ടി എലത്താളം, പഴമ്പാലക്കോട് സെൽവൻ കൊമ്പ് എന്നീ പ്രതിഭകൾ സാരഥ്യം വഹിക്കും. മേളത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഓഗസ്റ്റ് 10-ന് മുൻപായി 9447208343 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 9447208343. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിനു കീഴിൽ പ്രവർത്തിക്കുന്ന ജൻശിക്ഷൻ സംസ്ഥാൻ തൃശൂരിന്റെ സ്ഥാപക ദിനാചരണത്തോടനുബന്ധിച്ച് കോൺവൊക്കേഷൻ സെറിമണിയും യൂത്ത് സ്കിൽ ഡേ ആഘോഷവും നടത്തി. തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൗശൽ ദീക്ഷന്ത് സമാരോഹ് എന്ന തലക്കെട്ടിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. JSS തൃശൂർ ചെയർപേഴ്സൺ സുനിത പ്രമോദ് അധ്യക്ഷത വഹിച്ചു. സുധാ സോളമൻ, TG അഭിജിത്ത്, ബിന്ദു, VB ആര്യൻ, KP ബിന്ദു, AK ലോചനൻ, KN പ്രീതി എന്നിവർ പങ്കെടുത്തു. പരിപാടിയോടനുബന്ധിച്ച് JSSന്റെ പരിശീലനം നേടിയ ജില്ലയിലെ 1800 ഗുണഭോക്താക്കൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും പൂർവ്വ ഗുണഭോക്താക്കളുടെ സംഗമവും ഏറ്റവും നല്ല സംരംഭകരെ ആദരിക്കലും എക്സിബിഷനും നടത്തി. മരുതയൂർ ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന ലഹരിവിരുദ്ധ സെമിനാർ 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AT പ്രവീൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മാധ്യമപ്രവർത്തകൻ സുബ്രഹ്മണ്യൻ ഇരിപ്പിശ്ശേരി മുഖ്യാതിഥിയായി. സ്കൂൾ പ്രധാനാധ്യാപിക PS മീന, MPTA പ്രസിഡന്റ് സരിത രാജീവ്, CJ ഷൈനി, K ഷാനിബ എന്നിവർ സംസാരിച്ചു. സ്കൂൾ ലൈബ്രറിയിലേക്ക് സുബ്രഹ്മണ്യൻ ഇരിപ്പിശ്ശേരി സംഭാവന ചെയ്ത പുസ്തകങ്ങൾ PJ സ്റ്റൈജു വിദ്യാലയ അധികൃതർക്ക് സമ്മാനിച്ചു. കുട്ടികളുടെ വായനാമുറിയിലേക്കുള്ള പുസ്തകങ്ങൾ ക്ലാസ് പ്രതിനിധികൾക്കും കൈമാറി. സമ്മേളനത്തിനു ശേഷം അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുത്തു.
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,050 രൂപ, പവന് 72,400 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 120 രൂപ. ചരമം: പെരുമ്പിലാവ് കൊടമുക്ക് വീട്ടിലയിൽ പരേതനായ കുഞ്ഞിമോൻ മകൻ ഹൈദരോസ് നിര്യാതനായി. 75 വയസ്സായിരുന്നു. ഖബറടക്കം വ്യാഴാഴ്ച വൈകിട്ട് 4-ന് പെരുമ്പിലാവ് സെൻട്രൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തും. സഫിയയാണ് ഭാര്യ. ഫിറോസ്, ഫിയാസ്, ഫസീല എന്നിവർ മക്കളാണ്. തെക്കേപ്പുറം വടക്കത്ത് വീട്ടിൽ ചന്ദ്രശേഖരൻ നിര്യാതനായി. 85 വയസ്സായിരുന്നു. CSIR റിട്ടയർഡ് സീനിയർ സയന്റിസ്റ്റാണ് പരേതൻ. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് സ്വവസതിയിൽ നടത്തും. പ്രേമാവതി ഭാര്യയും സിന്ധു, സന്ധ്യ എന്നിവർ മക്കളുമാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.